Good morning, all. Good morning, ma'am. Good morning. Okay. Good morning. Okay, നമ്മള് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തില്ലേ? എവിടെ വരെ എടുത്തു നിർത്തിയത്? ഓർമ്മയുണ്ടോ? എവിടെ വരെ എടുത്തു നിർത്തിയെന്ന് ഇത് പറഞ്ഞു പോയോളോ? പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അധികം സമയം കിട്ടിയില്ല അല്ലെ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പുതിയ ചാപ്റ്റർ. ഓക്കെ, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിർത്തിയത്, അതായത് അത്യാവശ്യം ഹോസ്പിറ്റലിൽ പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് എല്ലായിടത്തും എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ കാണാൻ സാധ്യതയുണ്ട് അല്ലെ? എല്ലായിടത്തും ചിലപ്പോ എന്തെങ്കിലും പ്ലംബിംഗ് വർക്കോ ഇലക്ട്രിക്കൽ വർക്കോ എന്തെങ്കിലും മെക്കാനിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയോ ബിൽഡിംഗ് റിപ്പയർമെന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ എല്ലായ്പ്പോഴും ഹോസ്പിറ്റലിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ ഈ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ എളുപ്പത്തിൽ തന്നെ കൈകാര്യം ചെയ്യും അല്ലെ? ഇൻ കേസ് പ്രധാനമായിട്ടും നമുക്കറിയാം എക്യുപ്മെന്റ്സുകൾക്കൊക്കെ എന്തെങ്കിലും ഡിസ്റ്റർബൻസുകൾ വന്നു കഴിഞ്ഞാൽ അല്ലെ, എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പ്രോംപ്റ്റ് അല്ലെ പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്യണം. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെയുള്ള പേഷ്യൻസിനെയൊക്കെ ബാധിക്കാനായിട്ടുള്ള നല്ലൊരു സർവീസസിനെ എഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അല്ലെ? ഓക്കെ, നമ്മളെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ലാംഗ്വേജ് എളുപ്പത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്നതല്ല, എങ്കിൽ കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാവുന്ന ഒരു ഫീൽഡാണ് ഹോസ്പിറ്റലിലെ മെയിൻ്റനൻസ് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഏറെക്കുറെയൊക്കെ അല്ലെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മേഖല ആയതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽസ് ആർ വൺ ഓഫ് ദോസ് ഫെസിലിറ്റീസ് വി കാനോട്ട് ലിവ് വിത്തൗട്ട്. ഓക്കെ, നമുക്ക് ഹോസ്പിറ്റൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അതിലൊരു സൗകര്യമില്ല എങ്കിൽ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം നമുക്ക് അല്ലെ അവിടെ ജീവിച്ചു പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. We accept them to always be able to deliver a sufficient level of service. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ നല്ലൊരു സർവീസ് ആണ് എല്ലായ്പ്പോഴും നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. However, that holds true only if hospital and the facility managers give proper attention to hospital maintenance. തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു പേഷ്യന്റും ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അവരുടെ വയ്യായികളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലേ അതിനുള്ള ശമനം കിട്ടണമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും തകരാറ് നിറഞ്ഞ എക്യുപ്മെന്റ്സിന്റെ പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ ഏതെങ്കിലും തരത്തിലുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളുടെ വീഴ്ച കൊണ്ടോ ആ പേഷ്യന്റിന് നല്ല രീതിയിലുള്ള ഫെസിലിറ്റി ലഭ്യമല്ല തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. സോ അതുകൊണ്ട് പ്രോപ്പർ അറ്റൻഷൻ ഹോസ്പിറ്റലിലെ മെയിൻ്റനൻസ് കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നല്ല ശ്രദ്ധ വരുത്തി തന്നെ അല്ലെ ചെലുത്തി തന്നെ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ക്രമീകരണങ്ങൾ കൈകാര്യം ചെയ്ത് പോകേണ്ടതാണ്. മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യേണ്ടതാണ്. Then despite the downtime, equipment failure and other asset issues can heavily disrupt workflows in any industry. In the context of a hospital, they are literally the line between life and death. നമുക്കറിയാം എവിടെയും അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാവും അല്ലെ? വീടുകളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികൾ എപ്പോഴും ഉണ്ടാവും അല്ലെ? ഒന്ന് ശരിയാക്കി വരുമ്പോഴായിരിക്കും അടുത്തൊരു കംപ്ലൈന്റ് അല്ലെ? അങ്ങനെ അനുഭവപ്പെടാറുണ്ടാവും ഉണ്ടാവും. നമ്മള് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു മെഷീൻ അല്ലെ ഫ്രിഡ്ജ് ശരിയാക്കി വരുമ്പോഴായിരിക്കും ചിലപ്പോൾ മിക്സിക്ക് കംപ്ലൈന്റ്, മിക്സി ശരിയാക്കി എല്ലാം ശരിയാക്കി വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ബിൽഡിംഗ് അല്ലെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ്സ് എപ്പോഴും നമ്മളെ എഫക്ട് ചെയ്യും. പക്ഷെ ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള കംപ്ലൈൻസുകൾ വരാൻ സാധാരണ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ജീവൻ രക്ഷ അല്ലെ? ഇവിടെ ലൈഫ് ആൻഡ് ഡെത്ത് നമുക്കറിയാം ജീവൻ അല്ലെ? നമുക്ക് ജീവൻ തിരിച്ചു കിട്ടേണ്ട അല്ലെങ്കിൽ
പേഷ്യന്റ് സേഫ്റ്റി ഒക്കെ ജീവൻ രക്ഷാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് സർവീസ് ആയിട്ട് കിട്ടുന്നത്. സോ അവിടെ തീർച്ചയായിട്ടും എന്തെങ്കിലും കംപ്ലൈൻസുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ഔട്ട് ചെയ്ത് പോകേണ്ടത് മതിയായേ ചെയ്യും. വീടുകളിലെ ഒരു വ്യക്തി വർക്കിംഗ് അല്ലാന്ന് വെച്ച് നമുക്ക് വേണമെങ്കിൽ 2 ദിവസത്തേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഹോസ്പിറ്റലിൽ ഒരു ഡ്യൂട്ടിയിലെ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ബ്ലഡ് കൺട്രോൾ ചെയ്യുന്ന അല്ലെ, അതായത് മെഷീനോ ഫിബ്രിലേറ്ററോ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ എക്യുപ്മെന്റ്സുകൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് അല്ലെങ്കിൽ ബിൽഡിങ്ങിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്യേണ്ടത് വന്നാൽ അത് പെട്ടെന്ന് തന്നെ ആ തകരാറുകളൊക്കെ പരിഹരിക്കുക. അല്ലാത്ത പക്ഷം ജീവന് തന്നെ ഭീഷണിയാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അവിടെ ആ ഒരു പ്രാധാന്യമാണ് ഇവിടെ എടുത്ത് പറയുന്നത്. Fortunately, problems with the physical assets and infrastructure are avoidable by following best practices and using a maintenance software to organize and streamline all aspects of our maintenance work. ഓക്കെ, നമുക്കറിയാം നമ്മുടെ അസറ്റ് അല്ലെ ഓർഗനൈസേഷൻ, അതായത് ഹോസ്പിറ്റലിൽ വരുന്ന നമുക്കറിയാം അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ മെഷീൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ അത് പരിഹരിക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമ്മൾ ബെസ്റ്റ് പ്രാക്ടീസ് അല്ലെ, നല്ല രീതികൾ തന്നെ അത് കൈകാര്യം ചെയ്യണം. മെയിൻ്റനൻസ് സോഫ്റ്റ്വെയറുകൾ അല്ലെ, നല്ല സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചിട്ട് കൊണ്ട് തന്നെ അറ്റകുറ്റപ്പണികൾക്കൊക്കെ പ്രോംപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ നടപടികളൊക്കെ സ്വീകരിക്കണം. ഇൻ കേസ് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലെ ഒരു ബിൽഡിംഗ് അല്ലെ, നമുക്കറിയാം വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ. അവിടെ കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളൊക്കെയാണ്, ഒരുപാട് റൂംസുകൾ അല്ലെ. അവിടെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ വ്യാപിച്ചു കിടക്കുകയാണ്. സോ എവിടെയെങ്കിലൊക്കെ അറ്റകുറ്റപ്പണികൾ ഉണ്ടായെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ നോട്ടിഫൈ ചെയ്ത് കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ആയിട്ട് തന്നെ പരിഹരിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഈ പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു സോഫ്റ്റ്വെയറിൽ തന്നെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് എവിടെയാണ് അതിന്റെ പ്രോബ്ലം വന്നിരിക്കുന്നത്, അത് ഏത് ഡിപ്പാർട്ട്മെന്റ്, ഏത് വിങ്ങിൽ അല്ലെ, എന്ത് തരത്തിലുള്ള പ്രോബ്ലം, അതൊക്കെ കൃത്യമായിട്ടൊരു പിക്ചറൈസേഷൻ വഴി നമുക്ക് ലഭ്യമാണെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന എംപ്ലോയീസിനെ കൊണ്ട് തന്നെ അവിടുത്തെ വർക്കുകളൊക്കെ അല്ലെ നടപടികളൊക്കെ എളുപ്പത്തിലെടുത്തിട്ട് വർക്കുകൾക്കൊക്കെ പരിഹാരമോ കണ്ടെത്താനായിട്ട് സാധിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം മെയിൻ്റനൻസ് സോഫ്റ്റ്വെയറുകൾ കൃത്യമായിട്ട് തന്നെ സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കറിയാം ഓടിപ്പോയി അല്ലെ കണ്ടെത്തി നോക്കി പിടിച്ച് വന്ന് കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമല്ല അല്ലെ. അത് കൃത്യമായിട്ട് തന്നെ അതിന്റെ ട്രാക്ക് എന്താണെന്ന് കൃത്യമായിട്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് തന്നെ നമുക്ക് ലഭിച്ചിട്ട് കിട്ടി അവിടെ കൂടി ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു രീതി ഏതൊരു ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്കറിയാം അപ്ഡേറ്റ് ആയിട്ട് ചെറിയ നെറ്റ് ഇഷ്യൂ വന്നു.
ഓക്കെ, റെഡി ആയില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ക്ലാസ്സിലേക്ക് പോകാം. പേജ് നമ്പർ 76. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ മെയിൻ്റെനൻസ് കാര്യങ്ങളാണ്, ഒക്കെയാണ്. ക്ലാസ്സിലേക്ക് തന്നെ വരാം. അപ്പോ നമ്മള് പറഞ്ഞു കൃത്യമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്ത് പോകണമെന്ന് പറഞ്ഞു. സോഫ്റ്റ്വെയർ ഒക്കെ കൈകാര്യം ചെയ്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എളുപ്പത്തില് അതിന്റെ പ്രോബ്ലംസുകളൊക്കെ പരിഹരിച്ചു പോകാനായിട്ട് മെയിൻ്റെനൻസ് വർക്കുകളെല്ലാം കൃത്യമായിട്ട് തന്നെ ക്ലിയർ ഔട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ് കൂടുതലായിട്ടും പറഞ്ഞു പോകുന്നത്. എന്നാലും ബേസിക്കലി വീണ്ടും വീണ്ടും ഹോസ്പിറ്റലില് മെയിൻ്റെനൻസ് വരാനായിട്ടുള്ള കാര്യങ്ങൾ, മെയിൻ്റെനൻസ് വന്നാൽ അത് പരിഹരിച്ചു പോകണമെന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നുണ്ട്. സോ നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് എന്താണ് വീണ്ടും പറയുന്നതെന്ന് നോക്കാം. Why are hospitals so different from other buildings? എന്തുകൊണ്ടാണ് മറ്റു ബിൽഡിങ്ങുകളിൽ നിന്ന് ഹോസ്പിറ്റലില് വ്യത്യസ്തമാണെന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. From the outside, most hospital buildings seems fairly peaceful and quiet. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം എപ്പോഴും ഹോസ്പിറ്റലിലെ ബിൽഡിങ്ങില് നമ്മൾ പറഞ്ഞു മെയിൻ്റെനൻസ് ഒക്കെ എപ്പോഴും പെട്ടെന്ന് തന്നെ പരിഹരിക്കാമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എപ്പോഴും ശാന്തമായ അന്തരീക്ഷം കൂടി എവിടെ ഉണ്ടാവും അല്ലെ. എപ്പോഴും അടിപൊളി ഇടിപൊളി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. കാരണം പേഷ്യൻസ് എപ്പോഴും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടീഷനിലായിരിക്കും വരുന്നത്. അവർക്ക് അവിടെ സമാധാനം വേണം അല്ലെ. ഭയങ്കര വേദനയും ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റർബൻസോട് കൂടിയിട്ടായിരിക്കും പേഷ്യൻസ് അവിടെ അഡ്മിഷൻ ആയിട്ടൊക്കെ വരുന്നത്. സോ അങ്ങനെയുള്ള ടൈമിൽ ഈ പറഞ്ഞ മാതിരി തന്നെ ഒരുപാട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ജീവനം കൂടി ഭീഷണിയാണ് അല്ലെ. അല്ലെങ്കിൽ തന്നെ പേടിച്ച് ആയിരിക്കവരെ കിടക്കുന്നത്, വേദനയൊക്കെ സഹിച്ചിട്ടായിരിക്കും. അതിന്റെ ഇടയിലൂടെ ഒച്ചപ്പാടും മക്കളും കൂടി വരുമ്പോൾ അവരുടെ മൈൻഡിൽ അത് കോൺസെൻട്രേറ്റ് കീപ്പ് ചെയ്യാൻ പറ്റാതെ രോഗമൊക്കെ കുറച്ചും കൂടി ഇതിന്റെ അവസ്ഥയിലൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. സോ അവിടെ പറയാണ് ഫ്രം ഔട്ട്സൈഡ് മോസ്റ്റ് ഹോസ്പിറ്റൽ ബിൽഡിംഗ്സ് സീം ഫെയർലി പീസ്ഫുൾ ആൻഡ് ക്വയറ്റ്. എപ്പോഴും സമാധാന അന്തരീക്ഷം അവിടെ വേണ്ടതാണ്. അപ്പോൾ ക്ലോസർ എക്സാമിനേഷൻ യു വിൽ see that the structure contain a complex mix of interacting parts like okay നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന്റെ ഘടന തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക ഒരു ഘടനയായിരിക്കും അവിടെ ക്രമീകരിക്കുന്നത് അല്ലെ. അവിടെ ഡയഗ്നോസിസ് തീർച്ചയായിട്ടും രോഗനിർണയത്തിന് വേണ്ടിയിട്ട് പേഷ്യൻസ് വരുന്നുണ്ട്. ദെൻ രോഗികള് കേസ് ഡോക്ടറിനൊക്കെ കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് മെഡിസിൻ മേടിച്ചു പോകുന്ന അല്ലെ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ടാവും. നഴ്സറീസ് അല്ലെ, തീർച്ചയായിട്ടും കുട്ടികളൊക്കെ ആണെങ്കിൽ ഗ്രൂപ്പുകളൊക്കെ ആണെങ്കിൽ അവരെ പരിചരിക്കുന്ന വിഭാഗങ്ങളൊക്കെ അവിടെ ഉണ്ട്. ക്ലിനിക്കൽ ലബോറട്ടറീസ് തീർച്ചയായിട്ടും നമുക്കറിയാം ലാബ് അല്ലെ, അവിടെ ലാബുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന പ്രത്യേക വിഭാഗം. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ വിഭാഗങ്ങളുണ്ടോ അവിടുത്തെ സ്ട്രക്ചറിൽ അതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഇമേജിങ് നമുക്കറിയാം എക്സ്റേയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ട്രീറ്റ്മെന്റ് ആൻഡ് എമർജൻസി റൂം അല്ലെ, എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ട്. സർജറി ഹാൾസ്, സർജറി ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഫുഡ് സർവീസ് സർവീസുകളുണ്ട്. ഹൗസ് കീപ്പിംഗ് ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻപേഷ്യന്റ് ഹൗസിംഗ് തീർച്ചയായിട്ടും ഓരോ പേഷ്യൻസിന് അഡ്മിഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ റൂമുകളിലൊക്കെ അഡ്മിഷൻ എടുത്ത് അവിടെ ഉള്ള സ്റ്റേ ചെയ്യുന്ന അവിടെ ഒരുപാട് പേഷ്യൻസ് ഒക്കെയുണ്ട്. സോ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലെ ആ ഒരു ചട്ടക്കൂടിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം റിസപ്ഷനിസ്റ്റ് മുതൽ അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പല വിഭാഗങ്ങളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സോ ഇവിടെ എല്ലാം തന്നെ ഒരു കാമായിട്ടുള്ള ഒരു അന്തരീക്ഷം അതേമാതിരി തന്നെ പീസായിട്ട് അല്ലെ സാധാരണ രീതിയിലുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യേണ്ടത് മസ്റ്റാണ്. ഓൾദോ this sounds like quite a handful already, that's not all. Each of these units is subject to a unique set to strict operating procedures that are regularly monitored by regulatory authorities. നമുക്കറിയാം അവിടെ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് പോകുന്ന ഒരു മാനേജിംഗ് സിസ്റ്റം കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലായിടത്തും നല്ല സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്ത് പോകുന്നത് അല്ലെ. ഫാർമസിയിലാണെങ്കിൽ ഫാർമസിയുടെ അവിടെ ക്രമപ്രകാരം അല്ലെ അവിടെ വരുന്ന പേഷ്യൻസിന് കൃത്യമായിട്ട്
ഒരു പോളിസി നയത്തിനോട് ചേർന്നായിരിക്കും അവർക്ക് കൃത്യമായിട്ട് മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നത്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ഈ പറഞ്ഞ മാതിരി എക്സ്റേ ലാബ് മേഖലകളിലൊക്കെ ആണെങ്കിലും അവിടെ പ്രോപ്പർ ആയിട്ട് നല്ലൊരു പ്രൊസീജിയേഴ്സ് അല്ലെ, സ്ട്രിക്റ്റ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് റെഗുലർലി മെയിൻറ്റെയിൻ. തീർച്ചയായിട്ടും അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് അതെല്ലാം നിരീക്ഷിച്ചിട്ട് എന്തെങ്കിലും കറക്റ്റീവ് ആയിട്ടുള്ള നടപടികളൊക്കെ എടുക്കേണ്ടതൊക്കെ ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു പോകുന്ന ഒരു പ്രത്യേക സൂപ്പർവൈസേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ നടപ്പായി പോകുന്നതാണ്. So, organizing maintenance work around 24/7 service. തീർച്ചയായിട്ടും പറയാണ് നമ്മളിങ്ങനെ റെഗുലർ ആയിട്ട് പോകുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് പോകുമ്പോൾ എവിടെയെങ്കിലും താളപ്പിഴകൾ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് അവിടെ അവർക്ക് ചെയ്യണം അല്ലെ. എവിടെയെങ്കിലും ചെറുതായിട്ട് കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് ഇപ്പൊ പറഞ്ഞ ക്യൂ ആയിട്ട് നിൽക്കുമ്പോൾ അവിടെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, കുറച്ചും കൂടി വിപുലീകരിക്കണം. തീർച്ചയായിട്ടും നമുക്കറിയാം മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് കൃത്യമായിട്ട് നിർവഹിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ മോണിറ്റർ ചെയ്യുന്നതിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ലബോറട്ടറിയിലാണെങ്കിലും ട്രെയിനിങ് സ്റ്റാഫുകൾ അല്ലെങ്കിൽ അവർക്ക് ലാബില് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് മതിയായ സൗകര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ ഉണ്ടെന്ന് അവർ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും നമുക്കറിയാം മെയിൻ്റെനൻസ് ടീം അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് കൊടുക്കണം. സോ നോക്കുകയാണെങ്കിൽ മറ്റു മേഖലകളെ അപേക്ഷിച്ച് ഹോസ്പിറ്റലിൽ ശാന്തമായ ഒരു അന്തരീക്ഷം ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോകുന്നതിനും നല്ലൊരു റോള് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഓർഗനൈസിംഗ് മെയിൻ്റെനൻസ് വർക്ക് അറൗണ്ട് 24/7 സർവീസ്. നമുക്കറിയാം 24 മണിക്കൂറും അല്ലെ വർക്കുള്ള ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് മെയിൻ്റെനൻസ് വിഭാഗവും കാഴ്ചവെക്കുന്നത്. സോ ഇതൊന്ന് നോട്ട് ചെയ്ത് പോയേരെ. മെയിൻ്റെനൻസ് വർക്ക് വിഭാഗം നമ്മള് ഏത് ടൈമാണെന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ 24/7 അല്ലെ 24 മണിക്കൂറിനും പ്രവർത്തനക്ഷമമാണ്. നമുക്കറിയാം രാത്രിയിൽ ഇൻ കേസ് ഒരു വെട്ടം കിട്ടിയില്ലെങ്കിൽ അല്ലെ വെളിച്ചം കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ ഇൻ കേസ് ഭയങ്കര ചൂടുള്ള കണ്ടീഷനൊക്കെ ആണെങ്കിൽ നല്ല എയർ കണ്ടീഷൻ റൂമൊക്കെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ സമ്പാദിക്കുന്ന പേഷ്യൻസിന് അതിനുള്ള സൗകര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരെ കംപ്ലൈന്റ് ചെയ്യും. ഓക്കെ, പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ മെയിൻ്റെനൻസ് വിഭാഗം അത് കൈകാര്യം ചെയ്തു പോകുന്നതാണ്. ഹോസ്പിറ്റലിന്റെ സുഗമമായ പ്രവർത്തനത്തിൽ എവിടെയെങ്കിലും താളപ്പിഴകൾ വന്നാൽ അവരെ ഹാൻഡിൽ ചെയ്യണം. സോ അവിടെ മെയിൻ്റെനൻസ് വർക്ക് അറൗണ്ട് 24/7 സർവീസ് ആണ് പ്രവർത്തനം ചെയ്യുക. Then walk into a hospital at any hour of day or night, and there is some important activities going on. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഡെയിലി ആണെങ്കിലും എല്ലായ്പ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകൾ അവരവരുടെ വിഭാഗക്കാരെ അവർ കൃത്യമായിട്ട് നിർവഹിച്ചു. അതിലെ മോണിറ്റർ ചെയ്യുമ്പോൾ ഏതെങ്കിലും മേഖലകളിൽ എന്തെങ്കിലും താളപ്പിഴകൾ ഉണ്ടായെങ്കിൽ മെയിൻ്റെനൻസ് വിഭാഗത്തിനെ ബാധിക്കുന്നതാണെങ്കിൽ അത് അവരെ ക്ലിയർ ഔട്ട് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ അർജന്റലി തന്നെ ക്ലിയർ ചെയ്ത് പോകേണ്ടതാണ്. മെയിൻ്റെനൻസ് ടീം ദിസ് ക്യാൻ ബി എസ്പെഷ്യലി കോംപ്ലക്സ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇതൊരു സങ്കീർണമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം എപ്പോഴും അല്ലെ രാത്രിയും പകലും ഈ പറഞ്ഞ മാത്രമേ ചിലപ്പോൾ ചില വർക്കുകളൊന്നും രാത്രി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. എല്ലാവരെയും ഡിസ്റ്റർബഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? ചിലപ്പോ രാത്രി അവര് വേറെ എന്തെങ്കിലും റീഅറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ ആയിരുന്നത്. ഓക്കെ, ചിലപ്പോ പകല് മാത്രമേ അവർക്ക് അത്തരത്തിലുള്ള വർക്കുകൾ ക്രമീകരിക്കാനായിട്ട് പറ്റിയെന്ന് വരുള്ളൂ. പക്ഷെ 24 hours വർക്കിംഗ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അറ്റ് ടൈമിൽ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അറ്റ് ടൈമിൽ അവർ പരിഹരിച്ചേ മതിയാവും. They will need to keep a number of systems running continuously and still somehow find a time and a place to perform scheduled maintenance. ഓക്കെ, നമ്മളതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമുക്കറിയാം എവിടെയാണ് പ്രോബ്ലം എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടത്. സമയത്തിന് തന്നെ നമ്മൾക്ക് കൃത്യമായിട്ട് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റിൽ ഓരോ വിങ്ങിലും ഓരോ പ്ലേസിലും അല്ലെ എവിടെയാണെന്നത് കൃത്യമായിട്ടുള്ള പ്രോബ്ലം എന്ന് കണ്ടെത്തുക, സമയത്തിന് ആ സ്ഥലത്ത് നിന്ന് തന്നെ പരിഹരിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രവർത്തനമാണ് അല്ലെ. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിനെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. പ്രാക്ടിക്കൽ ടേംസ് മെയിൻ്റെനൻസ് ടീം need an airtight schedule must likely with the different missions being serviced on a staggered timetable. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ മെയിൻ്റെനൻസ് ടീമിന്റെ പ്രവർത്തനങ്ങൾ പറയുന്നത് അത് എയർടൈറ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര
അല്ലെ? നമ്മളിപ്പോ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ ആയിരിക്കും എന്തെങ്കിലും സംഭവിക്കുന്നത്. ചിലപ്പോൾ മെഷീൻ വർക്കിംഗ് അല്ലാത്ത സംഭവം, ചിലപ്പോ പെട്ടെന്ന് വെള്ളം അല്ലെ, എന്തെങ്കിലും പ്ലംബിംഗ് വർക്കാണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ വെള്ളം ഒന്നിച്ചു വരുന്നത് എന്തെങ്കിലും പൈപ്പ് പൊട്ടുകയോ അല്ലെങ്കിൽ പൈപ്പിന് ലീക്ക് ഉണ്ടാവുകയോ, ഇൻ കേസ് ചെറിയതാണ് മൈന്യൂട്ടാണെങ്കിലുള്ള പ്രോബ്ലം ഉണ്ടാവും, വലിയ പ്രോബ്ലംസ് സംഭവിക്കാം. അത് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ആയിക്കോട്ടെ, പ്ലംബിംഗ് ആയിട്ടുള്ള പ്രോബ്ലം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിൽഡിംഗ് പെട്ടെന്ന് ചിലപ്പോൾ ഭയങ്കര കാറ്റും അല്ലെ, പ്രകൃതി എപ്പോഴാണ് ചലിക്കുന്നതെന്ന് അറിയില്ല, എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് കാര്യങ്ങൾ പെട്ടെന്ന് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എക്യുപ്മെന്റ് ആണെങ്കിലും പെട്ടെന്ന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് പോയതൊക്കെ ആയിരിക്കാം. എനിവേ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് എക്യുപ്മെന്റ്സിനൊക്കെ വരുത്താനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അവിടെ തീർച്ചയായിട്ടും പറയാണ്, മെയിൻ്റെനൻസ് ടീം എന്ന് പറയുന്നത് എപ്പോഴും അല്ലെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ കീപ്പ് ചെയ്ത്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ കീപ്പ് ചെയ്ത്, നമുക്കറിയാം കൃത്യമായിട്ടുള്ള പേഴ്സൺസ് അവിടെ വർക്കിംഗ് ആയിരിക്കും. ആ വർക്ക് ചെയ്യാനായിട്ട് വരുന്ന ഷെഡ്യൂൾ അനുസരിച്ചിട്ട് വർക്ക് ചെയ്ത് വരുന്ന എംപ്ലോയീസ് കൃത്യമായിട്ട് തന്നെ ഈ പ്രോബ്ലംസുകളൊക്കെ പരിഹരിച്ചു പോകേണ്ടതാണ്. Situations where equipment must be caused for a maintenance work, such as electrical or other high risk equipment. Okay, നമുക്കറിയാം നല്ല എക്യുപ്മെന്റ്സ് നമ്മുടെ മെയിൻ്റെനൻസ് വർക്കുമായിട്ട്, അതായത് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എല്ലാ എക്യുപ്മെന്റ്സും. അപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇന്ന ഇതില് എക്യുപ്മെന്റിന് കേടുപാട് സംഭവിച്ചു, ഇന്ന ബിൽഡിംഗിൽ അല്ലെ. അപ്പൊ ഇന്ന ബിൽഡിങ്ങിൽ നമുക്കറിയാം ഏത് ഡിപ്പാർട്ട്മെന്റ്, ന്യൂറോളജിയാണ്. അപ്പൊ ഈ ന്യൂറോളജിയില് സർജിക്കൽ വാർഡില് ഇന്ന എക്യുപ്മെന്റ് കംപ്ലൈന്റ് ആണ്. ഓക്കെ, അപ്പൊ മെയിൻ്റെനൻസ് ടീം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്തതോ ആ ഒരു അല്ലെ റൂമില് എവിടെയാണോ വാർഡിലോ എവിടെയാണോ അവിടെ പോയി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. സോ അവിടെ മെയിൻ്റെനൻസ് ടീമുമായിട്ട് കോഴ്സ്ഡ് ആയിരിക്കണം എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സും, ഇലക്ട്രിക്കൽ ഓർ അതർ ഹൈ റിസ്ക് എക്യുപ്മെന്റ്. പ്രധാനമായിട്ട് നമുക്കറിയാം ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെയാണ് അല്ലെ നമുക്ക് പരിഹരിച്ച് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഹൈ റിസ്ക് എക്യുപ്മെന്റ് ഒക്കെ ആയിട്ട് അവർക്ക് ബന്ധം സ്ഥാപിക്കണം. അറേഞ്ച്മെന്റ്സ് മസ്റ്റ് ബി മെയ്ഡ് ഫോർ ആൾട്ടർനേറ്റീവ് ഓർ എ ബാക്കപ്പ്. ഓക്കെ, നമുക്കറിയാം ഒന്നിന് പകരം മറ്റൊന്ന് വെക്കാനായിട്ടുള്ള ഒരു ബാക്കപ്പ് അവിടെ ഉണ്ടാവണം. വേണ്ടി വരില്ലേ? അങ്ങനെ വേണ്ടി വരില്ലേ? ഒരെണ്ണം കേടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പരിഹരിച്ചതിന് ശേഷമാണ് പേഷ്യന്റിന് അല്ലെ പേഷ്യന്റിന് ശുശ്രൂഷ കൊടുക്കാൻ പറ്റുള്ളൂ തോന്നിയ പ്രശ്നമായില്ലേ? അതിന് പകരം പറഞ്ഞ കരുതി വെക്കേണ്ടതായിട്ട് വരില്ലേ? ഓക്കെ, ഒരു ഹൈ ബ്ലീഡിംഗ് ആണ്, ഡിഫിബ്രിലേറ്റർ മെഷീന് അതിന് എന്തോ പെട്ടെന്ന് പ്രോബ്ലം സംഭവിച്ചു, അപ്പൊ അതിന് പകരം മറ്റൊരു ഡിഫിബ്രിലേറ്റർ കൊണ്ടുവരേണ്ടതായിട്ട് വരും ഇല്ലേ? അല്ലെങ്കിൽ ഡയറ്റർമി മെഷീൻ അല്ലെ അവിടെ കേസ് ഡിഫിബ്രിലേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോറി മറ്റേ അല്ലെ നമ്മുടെ CPR കൊടുക്കുന്നതിന് പകരമുള്ള മെഷീനാണ്. ഡയറ്റർമി മെഷീനാണ് ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുന്നത്, ശരിയല്ലേ? അറിയില്ലല്ലോ. അപ്പൊ ഡയറ്റർമി മെഷീൻ നമ്മള് പെട്ടെന്ന് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അതിനൊരു കംപ്ലൈന്റ് സംഭവിച്ചു, നമ്മൾ അപ്പൊ തന്നെ അത് പരിഹരിച്ചതിന് ശേഷം മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ, യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം വേറൊരു മെഷീൻ അവിടെ അവൈലബിൾ ആകണം. സോ അതാണ് ഇവിടെ പറയുന്നത്, അർജൻസ് മസ്റ്റ് ബി മെയ്ഡ് ഫോർ ആൻ ഓൾട്ടർനേറ്റീവ് ഓർ ബാക്കപ്പ്. ഒരു ഓൾട്ടർനേറ്റീവ് എന്തിനെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും അവിടെ പരിഹാരത്തിലായിട്ട് ഉണ്ടാവണം. Routine work like that should be scheduled with enough winged room for to be postponed if necessary. ഓക്കെ, നമുക്കറിയാം ഷെഡ്യൂൾ അനുസരിച്ചിട്ട് വർക്കും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകാം, പക്ഷെ അവിടെ തീർച്ചയായിട്ടും നമുക്ക് ഒന്നിന് പകരം യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിലുള്ള ക്രമീകരണം അവിടെ കൃത്യമായിട്ട് തന്നെ നിർവഹിച്ചു പോകേണ്ടതാണ്. സോ എപ്പോഴും നമുക്കറിയാം എപ്പോഴും സിസ്റ്റംസ് ഒക്കെ വർക്കിംഗ് ആയിരിക്കണം. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ മാതിരി തന്നെ മെയിൻ്റെനൻസ് ടീമിന് കൃത്യമായിട്ട് തന്നെ ഈ ഒരു നടപടികൾ അല്ലെ നമുക്ക് ക്ലിയർ ആയിട്ട് ഏത് വിങ്ങിലാണ് ഏത് പ്രിൻസിലാണ് ഈ പ്രോബ്ലം സംഭവിച്ചിരുന്നത് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് കിട്ടിയാൽ മാത്രമാണ് അവർക്ക് അവിടെ പോയിട്ട് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ആ പരിഹാരം കണ്ടെത്തുന്നത് വരേക്കും അവിടെ കൃത്യമായിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അവിടെ മതിയായി ചെയ്തു. ഓക്കെ, ആ രീതിയിലുള്ള ക്രമീകരണം തന്നെയായിരിക്കും ഏതൊരു ഹോസ്പിറ്റലും ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു അക്കോമഡേറ്റ് ദീസ് മെയിൻ്റെനൻസ് റിക്വയർമെന്റ്സ് ദ മെയിൻ്റെനൻസ് ടീം വിൽ നീഡ് ടു അഡോപ്റ്റ് ടു 24/7 വർക്കിംഗ് ഷെഡ്യൂൾസ്. ഓക്കെ, നമുക്കറിയാം ഈ പരിഹാരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മെയിൻ്റെനൻസ് ടീം അവിടെ കൃത്യമായിട്ട് വർക്കിംഗ് അല്ലെ 24 മണിക്കൂറും സേവനം അനുഷ്ഠിച്ച് തന്നെ അവരുടെ വർക്കുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യേണ്ടതാണ്. There will also need to prepare to grab
little windows of opportunity to quickly service machines that become unexpectedly inactive. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം പെട്ടെന്ന് അല്ലെ അർജൻസി കേസിൽ കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വർക്ക് വന്നേക്കാം. അങ്ങനെയുള്ള സമയങ്ങൾ ക്രമീകരിച്ചിട്ട് അവർക്ക് പെട്ടെന്ന് തന്നെ സമയക്രമത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അവിടെ പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് ടീം ആക്റ്റീവായിട്ട് നിലകൊള്ളേണ്ടതാണ്. The grave implication of a maintenance state image, what would happen in any of these scenarios? ഓക്കെ, ഇവിടെ നിങ്ങൾ എന്താണ് ഇത്രയും പ്രാധാന്യത്തോടു കൂടിയിട്ട് പറയാനായിട്ട് കാരണം അല്ലെ എന്ന് പറയുന്നതിന്റെ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴും എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ ഇത്രയും പ്രാധാന്യം വരുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത് അല്ലെ. ഇപ്പോഴും ആ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് ചെയ്യേണ്ടതെന്നും എന്തുകൊണ്ടാണ് ഈ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് എന്നുള്ള കാര്യമാണ് അവിടെ എടുത്ത് പറയുന്നത്. സോ ഇവിടെയും ഇത് തന്നെയാണ് നടപ്പാക്കണം, നല്ലൊരു രീതി അവിടെ നടപ്പാക്കണം എന്ന് പറയാനായിട്ടുള്ള റീസൺ പറയുന്നത്. ഡിഫിബ്രില്ലേറ്റർ ഡസ് നോട്ട് പവർ അപ്പ് വെൻ നീഡഡ്. ഏത് നമ്മൾ പറഞ്ഞു CPR കൊടുക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഡിഫിബ്രില്ലേറ്റർ. അതായത് നമുക്കറിയാം പെട്ടെന്ന് ശ്വാസം അലച്ചു പോകുമ്പോൾ ഇതിന്റെ സഹായത്തോട് കൂടിയിട്ട് അല്ലെ നമ്മള് എക്യുപ്മെന്റ്സിൽ പഠിപ്പിച്ചപ്പോൾ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടാവും അല്ലെ. അതിന് പ്രത്യേകമായിട്ട് നെഞ്ചിലെടുത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇലക്ട്രിക് പവറോട് കൂടിയിട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ അത് വൈബ്രേറ്റ് ചെയ്യുകയും അങ്ങനെ നമ്മൾ ശ്വാസം നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ടൈമിൽ ആ മെഷീൻ ആക്റ്റീവ് അല്ല എങ്കിൽ അല്ലെ, ആക്റ്റീവ് അല്ല എങ്കിൽ നമുക്കറിയാം ആ ഒരു പേഷ്യന്റിന് ജീവൻ തിരിച്ചു കിട്ടുക എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. A monitor tracking a patient's vital signs quality and does not send an audible alarm at a critical stage. ഓക്കെ, നമുക്കറിയാം ഒരു മോണിറ്ററിംഗ് ഒരു മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു പേഷ്യന്റിന് കൃത്യമായിട്ടുള്ള ടൈമില് നമുക്ക് അലാം കേൾക്കുന്നതിനും കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുമാണ് നമ്മൾ മോണിറ്ററിംഗ് മെഷീനുമായിട്ട് നമ്മൾ യോജിപ്പിക്കുന്നത്, ആ ഒരു പേഷ്യന്റിനെ ബന്ധപ്പെടുന്നത്. സോ അങ്ങനെയുള്ള സമയത്ത് അത് വൈറ്റൽ സൈൻസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അല്ലെ, സിഗ്നൽസുകളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സൗണ്ട്സുകളോ വൈബ്രേഷൻസ് ഒന്നും കൃത്യമായിട്ട് അത് കാണിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് നമുക്കറിയാം പേഷ്യന്റിന് തന്നെ ജീവൻ തന്നെയായിരിക്കും നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അവിടെ തീർച്ചയായിട്ടും പ്രോപ്പർ ആയിട്ടുള്ള മെഷീൻ തന്നെയാണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അതേമാതിരി തന്നെ ഇമേജിംഗ് മെഷീൻ സഡൻലി സ്റ്റോപ്പ് വർക്കിംഗ്. പെട്ടെന്ന് ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ എക്സ്റേ മെഷീനോ അല്ലെങ്കിൽ എന്താണ് അല്ലെ MRI കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മള് പേഷ്യന്റിനെ ചിലപ്പോൾ വയ്യാത്ത പേഷ്യന്റ് ആയിരിക്കും, ആ പേഷ്യന്റിന്റെ എന്താണ് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഡോക്ടർ ഈ ഒരു MRI സ്കാനൊക്കെ വേണമെന്ന് പറയുന്നത്. അതേ ടൈമിൽ നമ്മൾ MRI സ്കാനിങ്ങിനെ കൊണ്ടുപോയി അത് ചെയ്തുകൊണ്ടിരിക്കാതെ മെഷീൻ എന്തെങ്കിലും കംപ്ലൈന്റ് സംഭവിക്കാന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ടൈം ഒക്കെ പേഷ്യന്റിനെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ് അല്ലെ. ആ ടൈം ടു ടൈമിൽ അതിന്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന്റെ ഡയഗ്നോസിസ് തീർച്ചയായിട്ടും രോഗനിർണയങ്ങളൊക്കെ എളുപ്പമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അങ്ങനെയൊക്കെ ഉള്ള ഒരു വർക്കിംഗ് അല്ലാത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഞാൻ വീണ്ടും ഒരു പോയിന്റ് കൂടി പറയാണ്. The system responsible for creating negative pressure trauma does not do its job properly. ഒരു ജോലി ചെയ്യാനായിട്ട് ഇൻ കേസ് ഒരു തിയേറ്ററിൽ അല്ലെ ഡോക്ടറും നഴ്സുമാരൊക്കെ വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര കെയർഫുൾ ആയിട്ട് തന്നെ പേഷ്യന്റിനെ അല്ലെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇൻ കേസ് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല വെളിച്ചം കിട്ടേണ്ട സ്ഥാനത്തൊക്കെ മങ്ങിയ വെളിച്ചത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജോലി പ്രോപ്പർ ആയിട്ട് നിർവഹിക്കാനായിട്ട് അവർക്ക് പറ്റാതെ വരും അല്ലേ. എല്ലാം സാധ്യതയില് വരുന്നത് അല്ലേ ഒരു നെഗറ്റീവ് പ്രഷർ അല്ലെ, അവർക്ക് മതിയായ വെളിച്ചം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഭയങ്കര ചുക്ക് അനുഭവപ്പെടുന്നു. സോ അവർക്ക് അവരുടെ പ്രോപ്പർ ആയിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം വരെയാണ്. സോ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാം മറ്റൊരു ടൈമിൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി കൊടുക്കണം അല്ലെ. ഇൻ കേസ് ഭയങ്കര ചൂടും അല്ലെങ്കിൽ നല്ല മതിയായ വെളിച്ചമൊന്നും കിട്ടുന്നില്ലെങ്കിൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ ഇലക്ട്രിക്കലി നല്ല രീതിയിലുള്ള സപ്ലൈ അവിടെ എത്തിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ മെഷീൻ അല്ലെ ഇമേജിംഗ് മെഷീൻ പെട്ടെന്ന് സ്റ്റോപ്പായിട്ട് പോയി പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലെ. എന്താണെങ്കിലും കംപ്ലൈൻസുകൾ വരാം. ഈ കംപ്ലൈൻസുകൾ വരുന്നതിന് നമുക്കറിയാം താഴേക്ക് പല പല സൊല്യൂഷൻസ് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. കുട്ടി അറിയാൻ പറ്റുന്ന രീതികളെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ പ്രാബല്യത്തിൽ വരുന്നുണ്ട്. ഡേയ്സുകളിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം മെഷീൻ വർക്കിംഗ് അല്ലാത്ത ഒരു ടൈമിന് മുമ്പേ തന്നെ അത് വാണിംഗ് തരും.
സോ അങ്ങനെ വാങ്ങി തരുന്ന ടൈമിൽ തന്നെ ആ മെഷീന്റെ റിക്വയർമെന്റ് കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്തിട്ടാണ് പിന്നെ അത് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നത്. സോ അങ്ങനെയൊക്കെയുള്ള ഒരു രീതികളൊക്കെയാണ് താഴേക്ക് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോ ഇവിടെ നമുക്കറിയാം മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പർ ആയിട്ട് ആക്റ്റീവായിട്ട് നിലകൊള്ളേണ്ട സാഹചര്യം വരാൻ, ഇത്രയും റിസ്ക് വരാൻ സാധ്യത ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടും ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് ജീവൻ രക്ഷാ കാര്യങ്ങളൊക്കെ അല്ലെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് കൊടുക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും പലതരത്തിലുള്ള പ്രോബ്ലംസ്, ഇത്തരത്തിലുള്ള പ്രോബ്ലംസ്, ഡിഷ്യന്റെ പ്രോബ്ലംസ്, അല്ലെങ്കിൽ അവിടുത്തെ അല്ലെ അവിടെ സിഗരറ്റിൽ കാണിച്ചു തരുന്നതിന്റെ പ്രോബ്ലംസ്, മതിയായ വെളിച്ചമില്ലാത്ത പ്രോബ്ലംസ്, അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസുകൾ വരാം. സോ ഈ പ്രോബ്ലംസുകളൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ട വിഭാഗം എന്ന് പറയുന്നത് ഏത് വിഭാഗമാണ്? ഏത് വിഭാഗമാണ് ഇതെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടത്? ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തി കൊടുക്കേണ്ട വിഭാഗം ഏത് വിഭാഗമാണ്? യെസ്, മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ വിഭാഗമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് അല്ലെ. ഡോക്ടറുടെ ജോലി ചെയ്യാം, നഴ്സിന്റെ ജോലി ചെയ്യാം, ടെക്നീഷ്യൻ സ്റ്റാഫിന് അല്ലെ. നമുക്കറിയാം ഇത്തരത്തിലുള്ള ടെക്നീഷ്യൻ സ്റ്റാഫുകളൊക്കെ ഇവരുടെ നിർവഹണത്തിന് അധികാര പരിധിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യുന്നത്. സോ വീണ്ടും അപ്പോ ഇനി ഇതില് എന്തൊക്കെ കാര്യങ്ങൾ വരാം നിങ്ങൾ അല്ലെ, ഇതില് മതിയായ രീതിയിൽ വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ബിസിനസ് വരാം എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. കസ്റ്റമറുടെ പവർ നീഡഡ് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് അത് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ സാധിക്കും ഏതൊക്കെ ടൈമിലാണ് മെയിൻ്റെനൻസ് ടീം അവരവരുടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പിന്നെ അവരുടെ വർക്കിംഗ് ഷെഡ്യൂൾ ക്രമമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകണം. 24/7 വർക്കിംഗ് അവേഴ്സ് ആണ് അവർക്ക് ചെയ്ത് പോവുക. ദെൻ താഴേക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും പറയുന്നു, any of these situations can lead to a nasty outcome for both the patients and the hospital. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ പേഷ്യൻസിന് നമുക്കറിയാം ഈ പറഞ്ഞ പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ അല്ലാത്തതുകൊണ്ട് പേഷ്യൻസിനെ അധികം ബാധിക്കുകയും ചെയ്യും, ഒപ്പം തന്നെ ഹോസ്പിറ്റലിനെ ബാധിക്കും ഇല്ലേ. ഹോസ്പിറ്റലിനെ ബാധിക്കില്ലേ? പേഷ്യൻസിന് മതിയായ സേവനം കൊടുത്തില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പിന്നെ ആ പേഷ്യൻസ് തിരിച്ചു വരില്ല അല്ലെ. ഹോസ്പിറ്റലിന്റെ പേരിൽ തന്നെ കളങ്കം സംഭവിക്കാൻ സാധ്യതയില്ല അല്ലെ. നല്ല രീതിയിലുള്ള പ്രോപ്പറായിട്ട് വർക്കിംഗ് ആയിരിക്കേണ്ട അവസ്ഥയിൽ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് കാണിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സൽപ്പേരിൽ തന്നെ കളങ്കം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. In hospitals, there is a very little, if any, allowance for maintenance mistake such as missed equipment maintenance or improper cleaning or disinfection. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എക്യുപ്മെന്റുകളുടെ എപ്പോഴും മെയിൻ്റെനൻസ് നടപ്പാക്കിക്കൊണ്ട് പോകാറുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ അണുക്കൾ അല്ലെ ഡിസിൻഫെക്ഷൻസ് വരാനായിട്ട് ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ട്രെയിനിങ് ഒന്നും ചെയ്തില്ല എങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ടും എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യതയുള്ളതാണ്. സോ എപ്പോഴും ഇതെല്ലാം തന്നെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോകേണ്ടത് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഓക്കെ, ദെൻ വീണ്ടും കൺട്രോളിംഗ് മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ്. അതിലേക്ക് പോകാലോ? ഇതിൽ പ്രത്യേകിച്ചൊന്നും പഠിപ്പിച്ചു പോകുന്നില്ല, കാരണം അതിൽ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രാധാന്യം എന്താണെന്നാണ് പഠിപ്പിച്ചു പോകുന്നത്. ഓക്കെ, എവിടെയൊക്കെ വരാം, എവിടെയൊക്കെയാണ് പ്രോബ്ലംസ് വരാൻ സാധ്യതകളുള്ളത്, എന്തൊക്കെ റീസൺ കൊണ്ട് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെന്ന് പറയുന്നു, എത്ര ടൈമാണ് ഇവരുടെ വർക്കിംഗ് ഷെഡ്യൂള്, ഓക്കെ, ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം കൺട്രോളിംഗ് മെയിൻ്റെനൻസ് കോസ്റ്റ്. എങ്ങനെയാണ് മെയിൻ്റെനൻസ് കോസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. Although lives must be served and the patients ultimately deserve the best care, the fact is that like any other industry, healthcare is subject to budgetary constraints and financial scrutiny. ഓക്കെ, നമുക്കറിയാം എപ്പോഴും പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആകുന്ന കാര്യങ്ങൾക്കാണ് പ്രാധാന്യമൊക്കെ അല്ലെ. എപ്പോഴും ബെസ്റ്റ് കെയർ, ബെസ്റ്റ് സർവീസ് പേഷ്യൻസിന് കൊടുക്കണം. ഓക്കെ, അത് തന്നെയാണ് ഏതൊരു വ്യവസായത്തിനെ പോലെ. മറ്റൊരു വ്യവസായം നമുക്കറിയാം, ഏതൊരു സർവീസ് ആണെങ്കിലും, സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും, പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണെങ്കിലും, ആ ബിസിനസ് വിജയിക്കണമെങ്കിൽ ഏത് കസ്റ്റമേഴ്സ് ആണ് ആ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യും അല്ലെ. അപ്പൊ ഈ ഇൻഡസ്ട്രി ആണെങ്കിൽ, ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഈ വ്യവസായ സംരംഭമാണെങ്കിലും അത് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നത്
അതായത് അത് പ്രോഫിറ്റബിൾ ആയി പോകുക എന്ന് പറയുന്നത് അവിടെയുള്ള ശുശ്രൂഷ കാര്യങ്ങൾ നല്ല സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഹെൽത്ത് കെയർ ഈസ് സബ്ജക്ട് ടു health care is subject to budgetary constraints and financial scrutiny. തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുന്നതാണ്. സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള പരിചരണം അവർക്ക് കിട്ടുകയും വേണം, ഒപ്പം അധികം പൈസ ചെലവില്ലാതെ അല്ലെ, അധികം എന്താണ് ക്യാഷ് ഫിനാൻഷ്യലി ഭയങ്കര ഫിനാൻഷ്യൽ പേയ്മെന്റ് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുന്നത്. മിതമായ തരത്തില് അവർക്ക് സർവീസ് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യം മിതമായ രീതിയിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, അവർക്ക് നല്ല സർവീസ് കിട്ടുന്ന ഹോസ്പിറ്റലായിരിക്കും ഏതൊരു പേഷ്യന്റും പ്രിഫർ ചെയ്യുന്നത്. It is not a secret that the hospitals are expensive to run, with the US hospitals achieving the lead worldwide. നമുക്കറിയാം അല്ലെ, ഇവിടെ തീർച്ചയായിട്ടും US ഹോസ്പിറ്റലൊക്കെ ഭയങ്കരമായിട്ട് അല്ലെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ നല്ല ഫെസിലിറ്റി ഒക്കെ ആയിരിക്കും, പക്ഷെ ഭയങ്കര ചെലവേറിയ കാര്യമാണ് അല്ലെ. അതേസമയം നമ്മളുടെ ഇന്ത്യയിലൊക്കെ പൊതുവെ പുറത്തെ കൺട്രിയിലൊക്കെ ചികിത്സയ്ക്ക് പോവാതെ നമ്മുടെ നാട്ടിൽ വരാൻ കാരണം എന്തുകൊണ്ടാണ്, അവിടെ അധികം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയായിരിക്കും എല്ലാ പേഷ്യൻസിനും സൗകര്യങ്ങൾ പ്രദാനം ചെയ്തു കൊടുക്കുന്നത്. നോക്കാം, ഇതില് പ്രാധാന്യം ഇരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം അധികം ചെലവില്ലാതെ പേഷ്യൻസിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് അല്ലെ. നമുക്കറിയാം നല്ല രീതിയിൽ ഒരുപാട് എക്യുപ്മെന്റ്സ്, വലിയ വലിയ എക്യുപ്മെന്റ്സ് വെച്ചുകൊണ്ട് ഒരുപാട് പേഷ്യൻസിന് കെയർ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പേയ്മെന്റും അവർക്ക് ഈടാക്കേണ്ടതായിട്ട് വരും. So the hospital administrator was under constant demand for care delivery under tight budgets, not unlike the maintenance managers. എപ്പോഴും നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർ അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവർ എപ്പോഴും ടൈറ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആണ്, അതായത് പേഷ്യൻസിന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം എന്ന കമ്പനിക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും അവര് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത്. മെയിൻ്റെനൻസ് മാനേജ്മെന്റ് ഈസ് എ മേജർ കോസ്റ്റ് സെന്റർ ആൻഡ് ഇറ്റ് ക്യാൻസ് ലെവൽ ഔട്ട് ഓഫ് കൺട്രോൾ. ഇവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് ഇപ്പോ ബിൽഡിങ്ങും ഒരു മെഷീൻ കൊണ്ടുവന്ന് നമ്മൾ സ്ഥാപിച്ചു, ആ മെഷീൻ എപ്പോഴും കംപ്ലൈന്റ് ആണ് എങ്കിൽ ഹോസ്പിറ്റലില് ആ സ്ഥാപിക്കുന്നല്ലേ അവര് ഇറക്കുന്ന പ്രൊപ്രൈറ്റർ ഇറക്കുന്ന ആ ഫണ്ടിന് മൂല്യമില്ലാതാവുകയാണ് അല്ലേ. ആ മെഷീൻ എപ്പോഴും നല്ല രീതിയിൽ ഒരുപാട് നാളത്തേക്ക് വലിയ കുഴപ്പമില്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മെഷീനെ കൊണ്ട് ഗുണകരമാണ്, ശരിയല്ലേ? ശരിയാണോ? യെസ്. അല്ലാതെ നമ്മളിപ്പോ ഒരു മെഷീൻ കൊണ്ടുവന്ന് എപ്പോഴെപ്പോഴും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അത് ഉണക്കുക അല്ലെ, ഇൻവെസ്റ്റ് ചെയ്തവർക്ക് നഷ്ടമാണ്. അതേപോലെ തന്നെ ചിലപ്പോൾ ആണെങ്കിൽ മെഷീൻ പെട്ടെന്ന് കംപ്ലൈന്റ് ആയി നമ്മൾ മാറ്റി വേറെ മെഷീൻ സ്ഥാപിക്കേണ്ടൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് നഷ്ടമാണ്. അപ്പൊ തീർച്ചയായിട്ടും പേഷ്യൻസിൽ നിന്നാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെ ഫിനാൻഷ്യലി പേയ്മെന്റ്സ് അവര് ഏൺ ചെയ്തിട്ട് അവർക്ക് അതിന്റെ ആ ഒരു ചെലവ് നികത്തി കളയാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇവിടെ തീർച്ചയായിട്ടും മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിനും അതൊരു നല്ലൊരു റോളുണ്ട്. അതായത് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് ഈസ് എ മേജർ കോസ്റ്റ് സെന്റർ ആൻഡ് ക്യാൻസ് ഔട്ട് ഓഫ് കൺട്രോൾ. ഒരുപാട് ചെലവ് വഹിക്കാനായിട്ട് അല്ലെ, ഒരുപാട് ഈ പറഞ്ഞ മാതിരി എക്സ്പെൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഈ പറഞ്ഞ മാതിരി മെഷീൻ എപ്പോഴെപ്പോഴും കംപ്ലൈന്റ് വരികയും മെഷീൻ എപ്പോഴെപ്പോഴും മാറ്റി സ്ഥാപിക്കേണ്ടൊക്കെ വരുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് ആണ് അവിടെ വരുന്നത്. സോ മെയിൻ്റെനൻസ് മാനേജ്മെന്റ് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി എപ്പോഴെപ്പോഴും കംപ്ലൈന്റും വരില്ല, എപ്പോഴും മെഷീൻസ് ഒന്നും മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ടൊന്നും വരില്ല. പറഞ്ഞ പ്ലംബിംഗ് ആണെങ്കിലും ഇലക്ട്രിക് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി അധിക ചെലവ് അവിടെ വരുന്നതായിട്ടുള്ള ആവശ്യകതയില്ല. Although maintenance can bloat your operation budget when executed as a part of a large strategy, it has the potential to considerably reduce your overhead expenses. Okay, എപ്പോഴും ഇവര് പറയുന്നത് ഈ മെയിൻ്റെനൻസ് ടീം അല്ലെ, അവര് വലിയ വലിയ സ്ട്രാറ്റജീസ്, ലാർജ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ തന്ത്രപരമായിട്ടുള്ള കുറെ സമീപനങ്ങളൊക്കെ ഇവര് ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്, നടപ്പാക്കുകയാണെങ്കിൽ ഈ പറയുന്ന വലിയ വലിയ എക്സ്പെൻസിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ. ഓക്കെ, നമ്മളിപ്പോ ഒരു എക്യുപ്മെന്റ് നമ്മുടെ വീടുകളിലാണെങ്കിൽ തന്നെയാണ്, നമ്മൾ മിക്സി ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും ഒക്കെ നല്ല പ്രോപ്പർ ആയിട്ടാണ് അത് യൂസ് ചെയ്യണമെങ്കിൽ കുറെ നാൾ ഉപയോഗിക്കാൻ പറ്റും. ചെറിയ ചെറിയ കേടുകൾ വരുമ്പോൾ തന്നെ പരിഹരിച്ച് കഴിഞ്ഞാൽ അതിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കൊണ്ടുനടക്കാനൊക്കെ പറ്റും. ശരിയല്ലേ? ശരിയല്ലേ? അല്ലേ? അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആണ് അല്ലെ? നമ്മളിപ്പോ കമ്പ്യൂട്ടർ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും അല്ലെ, എന്ത് സംഭവമാണെങ്കിലും നമ്മൾ അത് കൃത്യമായിട്ട് തന്നെ ചാർജ് ചെയ്ത് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെ, കൃത്യമായിട്ടൊക്കെ ഓഫ് ചെയ്യുന്നത്. കുട്ടികൾക്കാണെങ്കിലും നമ്മളെപ്പോഴും വീടുകളിലൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും അല്ലെ, എപ്പോഴും
അവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യില്ല, കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം. പക്ഷെ മുതിർന്നവരായ നമുക്കറിയാം അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ അത് കുറെ നാള് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അല്ലാത്ത പക്ഷം അത് കേടായി പോകും, അല്ലെങ്കിൽ അത് കുഴപ്പം വരുത്താതെ ചെയ്യുന്നതായിട്ട് വരും. സോ അവിടെ തീർച്ചയായിട്ടും ഹോസ്പിറ്റലാണെങ്കിലും നമുക്കറിയാം ഈ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിന് അനുസരിച്ചിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള സമീപനങ്ങളാണ് മെയിൻ്റനൻസ് ടീം അതിന് വേണ്ടിയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഹോസ്പിറ്റലിന് അധിക ചെലവ് ഉണ്ടാവില്ല. അങ്ങനെ അധിക ചെലവില്ലാതെ പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ ഒരു അഫോർഡബിൾ ആയ നിരക്കിൽ തന്നെ സർവീസ് പേഷ്യൻസിന് ലഭ്യമാക്കാനൊക്കെയായിട്ട് സാധിക്കും. സോ അവിടെ പറയാണ് ഇറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു കൺസിഡറബിളി റെഡ്യൂസ് യുവർ ഓവർഹെഡ് എക്സ്പെൻസസ്. എങ്ങനെയാണ് ഈ ഓവർഹെഡ് എക്സ്പെൻസസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഉള്ള കാര്യം ക്ലിയർ ആയോ? അതാ പ്രോപ്പറായിട്ട് കമന്റ് പറയുന്നില്ല, തന്ത്രപരമായിട്ടുള്ള സമീപനങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോവുക. സിംപ്ലി നമുക്ക് നോക്കാം, താഴേക്ക് കുറച്ച് പറയുന്നുണ്ട്. സിംപ്ലി റെഡ്യൂസിങ് ദ മെയിൻ്റനൻസ് ബഡ്ജറ്റ് ഈസ് നോട്ട് ഇനഫ്. നമുക്ക് പെട്ടെന്ന് അത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനൊന്നും പറ്റില്ല. In fact, arbitrarily cutting maintenance budgets is likely to cause even bigger problems later down the line. ഓക്കെ, നമുക്കറിയാം വലിയൊരു ബഡ്ജറ്റ് അല്ലെ, വലിയ വലിയ മെഷീൻസ് ചിലപ്പോൾ വേണമെങ്കിൽ നമ്മള് ഹോസ്പിറ്റലില് പുറത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന മെഷീൻസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിന്റെ അസംബിൾ ചെയ്യുന്ന മെഷീൻ സംഭവങ്ങളൊന്നും അല്ലെ, ഏതെങ്കിലും റിപ്പയർമെന്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ വേണമെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല അല്ലെ. അതിന്റെ ഏതെങ്കിലും കണ്ടൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയൽസ് ഒന്നും ഒരുപക്ഷെ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാവണമെന്നില്ല റീപ്ലേസ് ചെയ്യാൻ. ചിലപ്പോൾ പുറത്തുനിന്ന് തന്നെ വേണം എന്തെങ്കിലും ഒരു ചെറിയ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കണമെങ്കിൽ അതിന്റെ പാർട്സുകളൊക്കെ ചിലപ്പോൾ പുറത്തുനിന്ന് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെ ആയിട്ട് വരും. സോ എപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള ഒരു കെയർ അത് വെല്ലായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അല്ലെ. ബിഗർ പ്രോബ്ലമിനെ നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നല്ല തന്ത്രപരമായിട്ടുള്ള സമീപനങ്ങളൊക്കെ എടുത്തേ പറ്റും. The maintenance department needs to understand the unique nature of the hospital and strategically research avenues to lower cost without compromising the patient's care. പേഷ്യന്റിന് നല്ല കെയർ കൊടുക്കുക എന്നുള്ളത് അത് കോംപ്രമൈസ് ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം സുരക്ഷിതമായിട്ടുള്ള കെയർ അവർക്ക് കൊടുക്കണം, ഒരുപാട് പേയ്മെന്റ്സ് അതിൽ നിന്ന് ഈടാക്കാനും പറ്റില്ല. ഓക്കെ, അല്ലാത്ത രീതിയിൽ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് അവരുടെ വരുമാന മാർഗം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുക? ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ യൂണിക് നേച്ചർ ഓഫ് ഹോസ്പിറ്റൽ സ്ട്രാറ്റജിക്കൽ റിസർച്ച് സത്താപരമായിട്ടുള്ള ഒരു ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ഈ പറഞ്ഞ മാതിരി വരുമാനങ്ങളെ മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്നത്. ഈ പറഞ്ഞ മാതിരി കേടുപാടുകളൊന്നും ഉണ്ടാവില്ല, മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കുറേശ്ശെ ഉണ്ടാവുള്ളൂ അല്ലെ. എപ്പോഴും ഇങ്ങനെ കംപ്ലൈൻസ് ഒക്കെ വന്നാലാണ് അധിക ചെലവ് വരുന്നത്. എക്യുപ്മെന്റ്സിനാണെങ്കിലും ബിൽഡിങ്ങിനാണെങ്കിലും പ്ലംബിംഗ് വർക്കിനാണെങ്കിലും ഇലക്ട്രിക്കൽ വർക്കിനാണെങ്കിലും എപ്പോഴും മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചുള്ള എക്സ്പെൻസും കൂടുതലായിരിക്കും അല്ലേ. ശരിയല്ലേ? അല്ലേ? സോ അവിടെ കൃത്യമായിട്ട് പറയാണ്. വീണ്ടും ഇത് പറയാൻ കാരണം നമുക്കറിയാം തന്ത്രപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവിടെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതിന്റെ ഒരു ബാക്കി രൂപമാണ് ഇവിടെ എടുത്ത് പറയുന്നത്. സോ എപ്പോഴും മെയിൻ്റനൻസ് ടീം നല്ല ആക്റ്റീവായിട്ട് തന്ത്രപരമായ രീതിയിലുള്ള നീക്കങ്ങളൊക്കെ അവിടെ കൈകാര്യം ചെയ്യുന്നു. ഓക്കെ, തീർച്ചയായിട്ടും നോക്കാം. areas that they can start from include energy management, inventory control and reactive maintenance. ഓക്കെ, ഇവിടെ പറയാണ് എനർജി മാനേജ്മെന്റ് എന്ന് വെച്ചാൽ നല്ല കഴിവിറ്റ ഒരു മാനേജ്മെന്റ് സിസ്റ്റം ആയിരിക്കും അവരെ കൈകാര്യം ചെയ്യുന്നത്. മെയിൻ്റനൻസ് ടീം എന്ന് പറയുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് നല്ല കൈപ്പറ്റ ഒരു വ്യക്തികളായിരിക്കും. അതിന്റെ അല്ലെ തലപ്പത്തെ ടോപ്പ് മാനേജ്മെന്റിലൊക്കെ ഇരിക്കുന്നത്. ഇൻവെന്ററി കൺട്രോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ സ്റ്റോക്ക് എക്യുപ്മെന്റും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നത് എല്ലാ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് നല്ലൊരു രീതിയിലായിരിക്കും സ്റ്റോക്ക് ചെയ്യുന്നത്. ഒരുപാട് അധികമായിട്ട് സ്റ്റോക്ക് ചെയ്യാനും പാടില്ല, എന്നാൽ കുറവായിട്ടൊന്നും സ്റ്റോക്ക് ചെയ്യാതെ നമുക്ക് ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ കൃത്യമായ തോതിലൊക്കെ സ്റ്റോക്ക് ചെയ്തൊക്കെ കൈകാര്യം ചെയ്യണം. പ്രൊയാക്റ്റീവ് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ അത് നല്ല ആക്റ്റീവായിട്ട് പ്രോപ്പറായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് പോകുന്ന ഒരു രീതിയിലൊക്കെയാണ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എക്സ്പെൻസ് കൂടുതലൊന്നും ഇല്ലാതെ പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആവാത്ത അല്ലെ അൺസാറ്റിസ്ഫൈഡ് ആക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് ഹോസ്പിറ്റൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവണം, അധിക ചെലവുകളൊന്നും ഇല്ല, ഓർഗനൈസേഷൻ അതായത് ഹോസ്പിറ്റലിന് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഒരു കൺട്രോളിംഗ് പവർ അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം അവിടെ ഫോളോ ചെയ്ത് പോകണം. എങ്കിൽ മാത്രമാണ് അത് നല്ല പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുക.
ഓക്കെ, അപ്പൊ നമ്മള് അതിന്റെ മുൻകരുതലുകൾ എന്താന്നുള്ള രീതിയാണ് താഴേക്ക് പഠിച്ചു പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, നീഡ് ഫോർ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് മെയിൻ്റനൻസ് എന്തൊക്കെ ആവശ്യങ്ങൾ, വീണ്ടും നമുക്കറിയാം എവിടെയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യകതകൾ വരുന്നത്, എങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ബെസ്റ്റ് പ്രാക്ടീസ്, നമ്മൾ ഈ പറഞ്ഞ സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, ഇതുവരേക്കും ഹോസ്പിറ്റലിൽ എന്താണ് ഇത്രയും എമർജൻസി കാര്യങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചെലവ് വരാനായിട്ടുള്ള റീസൺ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കുക. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. നോക്കിയോ? നോക്കി. കുഞ്ഞു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് ഈ കാലത്ത് അധികം ഇല്ല എങ്കിൽ കൂടി ചെറിയ രീതിയിൽ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ ഇത്രയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എന്ന് പറയുന്നത്, അല്ലെ? അതിനെ കുറിച്ചിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ഒരുപാട് കാര്യങ്ങൾ, കോംപ്ലക്സ് ഓഫ് മിക്സ് ഇന്ററാക്ടിങ് പാർട്സ്, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ അവിടെ കുറിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പറയാം ഹോസ്പിറ്റലില് നമുക്ക് എന്തൊക്കെയാ കോംപ്ലക്സ് ആയിട്ടുള്ള മിക്സുകൾ ഉണ്ടെന്ന് പറയുന്നത്? ഡയഗ്നോസ്റ്റിക്, ഫാർമസി, നഴ്സറീസ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ റിസൺ വരുന്നതെന്നുള്ളത്. 24 hours, 24/7 hours വർക്കിംഗ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ in case the system responsible for creating negative pressure flows does not its job properly. ഇതിന് കാരണം ആരാണ് സംഭവിക്കുന്നത്? ആരാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? അതായത് നെഗറ്റീവ് പ്രഷർ ആ റൂമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയുള്ള സ്റ്റാഫുകൾക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞു, അല്ലെ? അപ്പൊ അതിന്റെ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഓക്കെ, നമ്മൾ പറഞ്ഞു പോയതാണ്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് പരിഹരിച്ച് പോകാനായിട്ട് പറ്റുക? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഓക്കെ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ആക്റ്റീവായിട്ട്? ഓക്കെ, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇത് ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇൻ കേസ് ഡിഫിബ്രിലേറ്റർ, റെസ്റ്റോറന്റ് പവർ അപ്പ്, പിന്നെ ഇത് ആരാണ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് പരിഹരിച്ചു പോകുക? ഓക്കെ, അത് ആരുടെ ശ്രദ്ധയാണ് പെടുത്തേണ്ടത്? ഓക്കെ, തീർച്ചയായിട്ടും മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. സോ ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാറുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് കൺസ്ട്രെയിന്റ്, അല്ലെ? അവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ വീണ്ടും പറയുന്നുണ്ട് മെയിൻ്റനൻസ് മാനേജ്മെന്റ് ഈസ് എ മേജർ കോസ്റ്റ് സെന്റർ ആൻഡ് ഇറ്റ് ക്യാൻ സ്പൈറൽ ഔട്ട് ഓഫ് കൺട്രോൾ. അപ്പൊ ഏതാണ് മേജർ കോസ്റ്റ് സെന്റർ ആൻഡ് സ്പൈറൽ ഔട്ട് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്? മെയിൻ്റനൻസ് മാനേജ്മെന്റ്. അതായത് നമ്മൾ പറഞ്ഞ മാതിരി തന്നെ നന്നായിട്ട് പ്രോപ്പറായിട്ടൊക്കെ മോണിറ്റർ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും എക്സ്പെൻസീവ് ആവും, അല്ലെ? ഹോസ്പിറ്റലിന്റെ ചെലവ് അധികമാകാനായിട്ടുള്ള കാര്യം സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് തന്നെ
ശ്രദ്ധിച്ച് നന്നായിട്ട് തന്നെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ എപ്പോഴെപ്പോഴും റിക്വയർമെന്റ് ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിന് നഷ്ടത്തിൽ തന്നെ പോകേണ്ടതായിട്ട് വരും. സോ മെയിൻ്റെനൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു മേജർ കോസ്റ്റ് സെന്റർ ആൻഡ് സ്പൈറൽ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. കാരണം അവർ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി മെഷീൻസിലൊന്നും കംപ്ലൈന്റുകൾ വരില്ല, ഈ പറഞ്ഞ മാതിരി ബിൽഡിങ്ങിലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. സോ അങ്ങനെ അല്ലെ, ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ പ്ലംബിങ് അങ്ങനെ ഏത് കാര്യങ്ങളും അവര് നല്ല രീതിയിലുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടപ്പാക്കി പോകുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. സോ അത് പ്രധാനമായിട്ട് പ്രത്യക്ഷത്തിലേക്ക് പോവുക. ഓക്കെ, നമ്മൾ നീക്കിയിരിക്കുന്ന പറയും അല്ലെ, കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ബിഗ് പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നീക്കിയിരിപ്പൊക്കെ നടത്തിക്കൊണ്ട് പോവുകയാണ്. തീർച്ചയായും കുറച്ച് പ്രോബ്ലംസിനൊക്കെ കൈകാര്യം ചെയ്യും. ഫാക്ട് ആർബിട്രറി കട്ടിംഗ് മെയിൻ്റെനൻസ് ബഡ്ജറ്റ് is likely to cause even bigger problems later down the line. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഭാഗത്തുനിന്ന് എന്താ പറയുക മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഹോസ്പിറ്റലിൽ എന്താണ് ഇത്രയും മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന് ഇത്രയും കാര്യം എന്തുകൊണ്ടാ വരുന്നത് എന്നുള്ള കാര്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു നമ്മൾ പറഞ്ഞിരുന്നത് റിസ്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ അതർവൈസ് റിസ്ക് എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇലക്ട്രിക്കലുള്ള ഹൈ റിസ്ക് എക്യുപ്മെന്റ് അറേഞ്ച് മസ്റ്റ് ബി മെയ്ഡ് ഫോർ ആൻ ഓൾട്ടർനേറ്റീവ് അല്ലെ. നമുക്ക് അതിനൊരു പരിഹാരം സൊല്യൂഷൻ എന്താണ് കണ്ടെത്താൻ സാധിക്കും. എപ്പോഴും ഒരു ഓൾട്ടർനേറ്റീവ് കീപ്പ് ചെയ്യുന്നത് ആവശ്യമായിരിക്കും. ജസ്റ്റ് വേറെ ഓൾട്ടർനേറ്റീവ് ഓർ ബാക്കപ്പ് routine work that should be scheduled with enough single room for its postponed if necessary. Yeah. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവര് കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അല്ലെ. ടീം എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ചെലവിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് പോകണേ എന്നുള്ള കാര്യമാണ് നമ്മൾ താഴേക്ക് പോകുന്നത്. സോ അതിൽ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ടെങ്കിൽ എന്നാ ഇത് പഠിക്കേണ്ടെന്നല്ല, ജസ്റ്റ് മനസ്സിലാക്കി പോകാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെയാണോ? ഓക്കെയാണോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാലൻസ് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു. വായിച്ചിട്ട് വരാൻ തന്നെ ശ്രമിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞേക്കണേന്ന് വിചാരിക്കരുത്. മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നുള്ളതെന്ന് ജസ്റ്റ് മനസ്സിലാക്കി. താങ്ക് യു.